ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് പ്രഭാഷകൻ്റെ പുസ്തകം 50-ാം അധ്യായത്തിൻ്റെ എക്സ്പ്ലനേഷൻ ആയിരിക്കും. നമുക്കറിയാം, പ്രഭാഷകൻ്റെ ലാസ്റ്റ് പാർട്ടിൽ നമ്മൾ ഒരുപാട് മഹാന്മാരെക്കുറിച്ചും പൂർവ്വപിതാക്കന്മാരെക്കുറിച്ചും ഒക്കെ പഠിച്ചു. അതിലേറ്റവും ലാസ്റ്റ് നമ്മൾ പഠിക്കുന്ന വ്യക്തി പ്രധാന പുരോഹിതനായിട്ടുള്ള ശിമയോനെ കുറിച്ചിട്ടാണ്. അദ്ദേഹത്തെക്കുറിച്ചിട്ടാണ് ഈ ഒരു അധ്യായത്തിൽ പ്രഭാഷകൻ പറഞ്ഞു വയ്ക്കുന്നത്. സോ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. പ്രഭാഷകൻ്റെ പുസ്തകം 50-ാം അധ്യായത്തിൽ ടോട്ടൽ 29 വാക്യങ്ങളാണുള്ളത്. 2 ഹെഡിങ്സ് നമുക്ക് കാണാൻ പറ്റും. ആദ്യത്തെ ഹെഡിങ് പ്രധാന പുരോഹിതൻ ശിമയോൻ എന്നാണ്. ശിമയോൻ എന്ന് പറയുന്ന മഹാത്മാവിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ഭാഗത്തിൽ പ്രഭാഷകൻ പറഞ്ഞു വയ്ക്കുന്നത്. 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ് ഈ ഒരു ഹെഡിങ്ങിന് കീഴിലുള്ളത്. രണ്ടാമത്തെ ഹെഡിങ് എന്ന് പറയുന്നത് ഒരു ജനറലായിട്ട് പ്രഭാഷകൻ നമുക്കൊരു ഓവറോൾ ആയിട്ടുള്ളൊരു ഉപദേശം നൽകുകയാണ്. ഉപദേശങ്ങൾ എന്നാണ് ഹെഡിങ്. 22 മുതൽ 29 വരെയുള്ള വാക്യങ്ങളാണ്. സോ നമുക്ക് ഒന്നാമത്തെ വാക്യം, പ്രധാന പുരോഹിതൻ ശിമയോൻ എന്നുള്ള ഹെഡിങ്ങിന് കീഴിൽ കാണപ്പെടുന്ന ഒന്നാമത്തെ വാക്യം നമുക്ക് നോക്കാം. 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ കണക്ട് ചെയ്ത് വേണം പഠിക്കാനായിട്ട്. അതൊരു കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന വാക്യങ്ങളാണ്. ആദ്യത്തെ വാക്യത്തിൽ 3 പാർട്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ആദ്യത്തെ വാക്യം, ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ശിമയോൻ്റെ ഐഡൻറ്റിറ്റിയാണ് കാണിക്കുന്നത്. എന്താണ്? ശിമയോൻ്റെ ഐഡൻറ്റിറ്റിയാണ്. ആദ്യമായിട്ട് പറയുന്നത് ഓനിയാസിൻ്റെ പുത്രനും പ്രധാന പുരോഹിതനുമായ ശിമയോൻ. അപ്പോൾ ആദ്യം തന്നെ ഐഡൻറ്റിറ്റി പറയുന്നത് ഓനിയാസിൻ്റെ പുത്രൻ എന്നാണ്. പഴയ നിയമത്തിൽ നമുക്കറിയാം, ബാബിലോൺ പ്രവാസത്തിന് ശേഷം തിരിച്ച് ജെറൂസലേമിലേക്ക് വന്ന് ദേവാലയം പുതുക്കി പണിയുന്ന സമയം, ആ ഒരു ടൈം പീരീഡിലുള്ള വ്യക്തിയാണ് ശിമയോൻ. ആ ദേവാലയം പുതുക്കി പണിയാനും ശിമയോൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് പുതുക്കി പണിയുന്നതിന് ശിമയോൻ്റേതായിട്ടുള്ള ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ ഓനിയാസിൻ്റെ പുത്രനാണ് ശിമയോൻ. ഡെസിഗ്നേഷൻ എന്തായിരുന്നു? ശിമയോൻ ഒരു പ്രധാന പുരോഹിതനായിരുന്നു. ഓക്കെ, പ്രധാന പുരോഹിതനായിരുന്നു. ഇനി ശിമയോൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അവൻ സഹോദരന്മാർക്ക് നേതാവും ജനത്തിന് അഭിമാനവുമായിരുന്നു. ആദ്യം പറയുന്നത് അവൻ സഹോദരന്മാർക്ക് നേതാവും. ഇവിടെ സഹോദരന്മാർ എന്നുദ്ദേശിക്കുന്നത് പുരോഹിത സഹോദരന്മാരാണ്, പുരോഹിത ഗണത്തെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ തങ്ങളുടെ സഹോദരന്മാർക്ക് നേതാവും, പുരോഹിത സഹോദരന്മാർക്ക് നേതാവും ജനത്തിന് അഭിമാനവും, ഇസ്രായേൽ ജനത്തിൻ്റെ അഭിമാനവുമായിരുന്നു പ്രധാന പുരോഹിതനായ ശിമയോൻ. ഇനി എന്താണ് അവൻ്റെ സവിശേഷതകൾ, അവൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇത്രയും അഭിമാനകരമാകാൻ വേണ്ടിയിട്ട് ശിമയോൻ ചെയ്തിട്ടുണ്ടായത്, അല്ലെങ്കിൽ ശിമയോൻ്റെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? അതാണ് ഇനി വരുന്ന 4 വാക്യങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത്. ആദ്യത്തെ പ്രത്യേകത, അവൻ ദേവാലയം പുതുക്കി പണിയുകയും, എന്താ ചെയ്തത്? അവൻ ദേവാലയം പുതുക്കി പണിയുകയും കോട്ട കെട്ടി സുരക്ഷിതമാക്കുകയും ചെയ്തു. ദേവാലയത്തിൻ്റെ ചുറ്റിനും എന്ത് ചെയ്തു? അവൻ കോട്ട കെട്ടി സുരക്ഷിതമാക്കി. മറ്റ് ശത്രുക്കൾ അത് ആക്രമിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ദേവാലയത്തിന് ചുറ്റും അവൻ എന്ത് ചെയ്തു? കോട്ട കെട്ടി ദേവാലയം സുരക്ഷിതമാക്കി. ഇതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ വാക്യവും. ഓനിയാസിൻ്റെ പുത്രനും പ്രധാന പുരോഹിതനുമായ ശിമയോൻ സഹോദരന്മാർക്ക് നേതാവും ജനത്തിന് അഭിമാനവുമായിരുന്നു. അവൻ ദേവാലയം പുതുക്കി പണിയുകയും കോട്ട കെട്ടി സുരക്ഷിതമാക്കുകയും ചെയ്തു. രണ്ടാമത്തെ വാക്യം നമുക്ക് നോക്കാം. ദേവാലയത്തെ സംരക്ഷിക്കുന്ന ഉയർന്ന ഇരട്ട മതിലിന് അവൻ അടിസ്ഥാനമിട്ടു. എന്താ ചെയ്തത്? ദേവാലയത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഡബിൾ ഹൈറ്റുള്ള മതിലുകൾ. ഓക്കെ, അപ്പോൾ പെട്ടെന്നൊരു ആക്രമണം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഡബിൾ ഹൈറ്റിലുള്ള മതിലുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അടിസ്ഥാനമിട്ടു. ഇതാണ് രണ്ടാമത്തെ കാര്യം. ആദ്യത്തേത് എന്താണ്? ദേവാലയം പുതുക്കി പണിയുകയും അത് സംരക്ഷിക്കുന്നതിന് കോട്ട കെട്ടുകയും ചെയ്തു. രണ്ടാമത്തേത് എന്താണ്? ദേവാലയത്തെ സംരക്ഷിക്കുന്ന ഉയർന്ന ഇരട്ട മതിലിന് അവൻ അടിസ്ഥാനമിട്ടു. മൂന്നാമത്തെ കാര്യം എന്താണ്? അവൻ്റെ കാലത്ത് സമുദ്രം പോലെ വിശാലമായൊരു ജലസംഭരണി കുഴിച്ചു. വലിയൊരു റിസർവോയർ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അവിടെ ജലത്തിന് ക്ഷാമം ഉണ്ടായിരുന്നില്ല. അത്രമാത്രം വലിയൊരു, എന്താ പറയുക, ടെക്നോളജിക്കലി വലിയൊരു അഡ്വാൻസ്മെൻറ്റ് ആ ശിമയോൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. സമുദ്രം പോലെ വിശാലമായൊരു ജലസംഭരണി കുഴിച്ചു. അത്രയും വലിയൊരു വാട്ടർ റിസർവോയർ അന്നവിടെ ഉണ്ടായിരുന്നു. ഇതാണ് മൂന്നാമത്തെ സവിശേഷത. നാലാമത്തേത് എന്താണ്? ആക്രമണം ചെറുക്കാൻ നഗരത്തിന് കോട്ട കെട്ടി. അപ്പോൾ ദേവാലയത്തിന് ചുറ്റും മാത്രമല്ല കോട്ട കെട്ടിയത്, അവൻ നിൽക്കുന്ന എൻറ്റയർ നഗരത്തിന് ആ കാലഘട്ടത്തിൽ കോട്ട കെട്ടി. അവൻ ജനത്തെ നാശത്തിൽ നിന്ന് രക്ഷിച്ചു. ശത്രുക്കളുടെ കൈകളിൽ നിന്ന് രക്ഷിച്ചു, നാശത്തിൽ നിന്ന് രക്ഷിച്ചു. അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് ആ ശിമയോൻ്റെ ഒരു പവർ, അല്ലെങ്കിൽ ആ ശിമയോൻ്റെ സിഗ്നിഫിക്കൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് പ്രഭാഷകൻ എടുത്തു പറയുന്നത്. ഒരിക്കൽ കൂടി നമുക്ക് 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം.
ഓനിയാസിൻ്റെ പുത്രനും പ്രധാന പുരോഹിതനുമായ ശിമയോൻ സഹോദരന്മാർക്ക് നേതാവും ജനത്തിന് അഭിമാനവുമായിരുന്നു. അവൻ ദേവാലയം പുതുക്കി പണിയുകയും കോട്ട കെട്ടി സുരക്ഷിതമാക്കുകയും ചെയ്തു. ദേവാലയത്തെ സംരക്ഷിക്കുന്ന ഉയർന്ന ഇരട്ട മതിലിന് അവൻ അടിസ്ഥാനമിട്ടു. അവൻ്റെ കാലത്ത് സമുദ്രം പോലെ വിശാലമായൊരു ജലസംഭരണി കുഴിച്ചു. ആക്രമണം ചെറുക്കാൻ നഗരത്തിന് കോട്ട കെട്ടി അവൻ ജനത്തെ നാശത്തിൽ നിന്ന് രക്ഷിച്ചു. അപ്പം ഇത്രയുമാണ് ശിമയോനെ കുറിച്ചിട്ട് പ്രഭാഷകൻ പറയുന്ന കാര്യങ്ങൾ. ഇനി പറയാണ് ശിമയോൻ്റെ ആ ഒരു മഹത്വം പറയാണ്. ശ്രീകോവിലിന് പുറത്തു വരുന്ന അവനെ ജനം പൊതിയുമ്പോൾ അവൻ എത്ര മഹത്വപൂർണനാണ്. എന്താ പറയുന്നത്? അവൻ ആരാധന അർപ്പിക്കുന്ന ആ ശ്രീകോവിലിന് പുറത്തേക്ക് അവൻ വരുമ്പോൾ ജനം വന്ന് അവനെ ചുറ്റും പൊതിയാറുണ്ട്. ആ സമയത്ത് അവൻ എത്ര മഹത്വപൂർണനാണ്. ഓക്കെ, അപ്പോൾ ശ്രീകോവിലിന് പുറത്തു വരുന്ന അവനെ ജനം പൊതിയുമ്പോൾ അവൻ എത്ര മഹത്വപൂർണനാണ്. ഓക്കെ, 6ാമത്തെ വാക്യം നമുക്ക് നോക്കാം. ഇനി വർണ്ണിക്കുകയാണ്. 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നമ്മുടെ ഈ ശിമയോനെ ഓരോ കാര്യങ്ങളുമായിട്ട്, പ്രകൃതിയിൽ കാണുന്ന ഓരോ കാര്യങ്ങളുമായിട്ട് പ്രഭാഷകൻ കമ്പയർ ചെയ്യുന്നുണ്ട്, വർണ്ണിക്കുന്നുണ്ട്. ഓക്കെ, 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിലാണ്. അപ്പോൾ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ഒന്നിച്ചു പഠിക്കണം. 5ാമത്തെ വാക്യത്തിൽ പ്രഭാഷകൻ ശിമയോനെ നോക്കി പറയാണ്, ശ്രീകോവിലിന് പുറത്തു വരുമ്പോൾ ജനം അവനെ പൊതിയുമ്പോൾ അവൻ എത്ര മഹത്വപൂർണ്ണനായിട്ടാണ് കാണപ്പെടുന്നത് എന്ന് ഒരു എക്സ്ക്ലമേഷനിൽ പറയുകയാണ്. 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ ശിമയോൻ്റെ ഐഡൻറ്റിറ്റി പറയുന്നുണ്ട്, ശിമയോൻ്റെ പ്രത്യേകതകൾ പറയുന്നുണ്ട്. സഹോദരന്മാർക്ക് നേതാവും ജനത്തിന് അഭിമാനവുമാണെന്ന് പറയുന്നുണ്ട്. അതിന് കാരണമായ 4 കാര്യങ്ങളും പറയുന്നുണ്ട് 4 വാക്യങ്ങളിലായിട്ട്. 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രകൃതിയിൽ കാണുന്ന ഓരോ കാര്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യാണ് ശിമയോനെ. 11 കാര്യങ്ങളായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ 11 കാര്യങ്ങളായിട്ട് പ്രഭാഷകൻ ശിമയോനെ കമ്പയർ ചെയ്യുന്നുണ്ട്. 6ാമത്തെ വാക്യം നമുക്ക് നോക്കാം. 6ാമത്തെ വാക്യത്തിൽ 2 കാര്യങ്ങളായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. 1, മേഘങ്ങൾക്കിടയിൽ പ്രഭാത താരം പോലെ ആണവൻ. എന്താ പറയുന്നത്? മേഘങ്ങൾക്കിടയിൽ പ്രഭാത താരം പോലെ. എന്താണ് ഈ പ്രഭാത താരം എന്ന് പറയുന്നത്? വളരെ ബ്രൈറ്റായിട്ട് ഷൈൻ ചെയ്യുന്ന, അല്ലെങ്കിൽ വലിയൊരു വെളിച്ചം നൽകുന്ന ഒരു വ്യക്തി. അതല്ലാന്നുണ്ടെങ്കിൽ ശിമയോൻ്റെ കേസിൽ നമുക്ക് പറയാം വളരെ നീതിമാനായിട്ടുള്ള, ജനത്തിന് പ്രതീക്ഷ നൽകുന്ന ഒരു നേതാവ്. ഓക്കെ, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. വലിയ വെളിച്ചം നൽകുന്ന ഒരാൾ. അതാണ് മേഘങ്ങൾക്കിടയിൽ പ്രഭാതം പോലെ എന്ന് ഉദ്ദേശിക്കുന്നത് പ്രഭാഷകൻ. 2ാമത്തത് ഉദ്ദേശിക്കുന്നത് ഉത്സവവേളയിൽ പൂർണ്ണചന്ദ്രനെ പോലെ. പൂർണ്ണചന്ദ്രനും ഉത്സവങ്ങളും തമ്മിൽ ഓൾറെഡി ഞാൻ കഴിഞ്ഞ ഭാഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഓരോ ഉത്സവ ദിനങ്ങളും നിശ്ചയിക്കുന്നത് ഈ ചന്ദ്രൻ്റെ ഷേപ്പ് നോക്കിയിട്ടാണ്, അല്ലേ? അപ്പോൾ ഉത്സവവേളയിൽ പൂർണ്ണചന്ദ്രനെ പോലെ എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താണ്? ഒരു ചേഞ്ച്. പൂർണ്ണചന്ദ്രൻ എന്ന് പറയുന്നത് തന്നെ ഒരു സീസണിൻ്റെ ചേഞ്ചാണ്, അല്ലെങ്കിൽ ഒരു കാലത്തിൻ്റെ ചേഞ്ച് അഥവാ സമയത്തിൻ്റെ ചേഞ്ച്, എന്താ പറയുക, ട്രാൻസിഷൻ ഘട്ടമാണ്, അല്ലേ? അപ്പോൾ ഈ ഉത്സവവേളയിൽ പൂർണ്ണചന്ദ്രനെ പോലെ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് വളരെ ഉണർവ് നൽകുന്ന, ഉത്സവവേളയിൽ ഉണർവ്, ആത്മീയ ഉണർവ് നൽകുന്ന, അല്ലെങ്കിൽ ഒരു ജ്ഞാനോദയം, എൻലൈറ്റ്മെൻറ്റ് നൽകുന്ന ഒരു വസ്തുവാണ്. അപ്പോൾ ഉത്സവവേളയിൽ പൂർണ്ണചന്ദ്രനെ പോലെയും അതേപോലെ മേഘങ്ങൾക്കിടയിൽ പ്രഭാത താരം പോലെയുമാണ് പ്രഭാഷകൻ നമ്മുടെ ശിമയോനെ വിശേഷിപ്പിക്കുന്നത്, കമ്പയർ ചെയ്യുന്നത്. 7ാമത്തെ വാക്യത്തിലും 2 കാര്യങ്ങളോട് കമ്പയർ ചെയ്യുന്നുണ്ട്. അത്യുന്നതൻ്റെ ആലയത്തിന് മുകളിൽ പ്രശോഭിക്കുന്ന സൂര്യനെ പോലെ. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? അത്യുന്നതൻ്റെ ആലയത്തിന് മുകളിൽ പ്രശോഭിക്കുന്ന സൂര്യനെ പോലെ. ഒരിക്കലും ചിന്തിക്കരുത് അത്യുന്നതനേക്കാളും മുകളിലാണ് സൂര്യൻ എന്നല്ല ഇവിടെ അർത്ഥമാക്കിയിരിക്കുന്നത്. ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് സൂര്യൻ വേണം, അല്ലേ? അപ്പോൾ അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് സൺ എന്ന് പറയുന്നത്, സൂര്യൻ എന്ന് പറയുന്നത്. അതാണ് അത്യുന്നതൻ്റെ ആലയത്തിന് മുകളിൽ പ്രശോഭിക്കുന്ന സൂര്യൻ. ഓക്കെ, അത് സർവ്വജീവജാലങ്ങൾക്കും ജീവൻ നൽകുന്ന ഒന്നാണ്. ഓക്കെ, അപ്പോൾ അതൊരിക്കലും അത്യുന്നതനേക്കാളും മുകളിലല്ല, മറിച്ച് അത്യുന്നതൻ തന്നെയാണ്, അത്യുന്നതൻ്റെ ശക്തിയാണ് സൂര്യനായിട്ട് വരുന്നത്, സൂര്യപ്രകാശമായിട്ട് വരുന്നത്. ഓക്കെ, അത്യുന്നതൻ്റെ ആലയത്തിന് മുകളിൽ പ്രശോഭിക്കുന്ന സൂര്യനെ പോലെ, തിളങ്ങുന്ന മേഘങ്ങൾക്കിടയിൽ വിളങ്ങുന്ന മഴവില്ല് പോലെ. നല്ലോണം തിളങ്ങുന്ന മേഘങ്ങൾക്കിടയിൽ വരുന്ന മഴവില്ല് പോലെ. മഴവില്ലിനൊരു പ്രത്യേകതയുണ്ട്. ബൈബിളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, നോഹയുമായിട്ട് നമ്മുടെ ഈ ജലപ്രളയത്തിന് ശേഷം ദൈവം ഒരു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇനി ഒരിക്കലും ഭൂമിയിൽ ജലപ്രളയം കൊണ്ട് ഞാൻ നശിപ്പിക്കില്ല എന്ന്. ഓക്കെ, അത്യുന്നതൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതിന് ഒരു മഴവില്ല് നൽകിയാണ് അടയാളം നൽകിയത്.
ഓക്കെ, അപ്പോൾ മഴവില്ലിന് ബൈബിളിൽ അത്രമാത്രം പ്രാധാന്യമുണ്ട്. ദൈവത്തിൻ്റെ വലിയൊരു വാഗ്ദാനത്തിൻ്റെ അടയാളമാണ്, ദൈവത്തിൻ്റെ വിശ്വസ്തതയുടെ അടയാളമാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ അടയാളമാണ്. അപ്പം അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് മഴവില്ല്. ആ മഴവില്ലുമായിട്ടും പ്രഭാഷകൻ ശിമയോനെ കമ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 6-ാമത്തെ വാക്യത്തിൽ പ്രഭാത താരം പോലെ കമ്പയർ ചെയ്തിട്ടുണ്ട്, പൂർണ്ണചന്ദ്രനെ പോലെ കമ്പയർ ചെയ്തിട്ടുണ്ട്. 7-ാമത്തെ വാക്യത്തിൽ സൂര്യനെ പോലെ കമ്പയർ ചെയ്തിട്ടുണ്ട്, മഴവില്ലിനെ പോലെ കമ്പയർ ചെയ്തിട്ടുണ്ട്. 8-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. 8-ാമത്തെ വാക്യത്തിൽ 3 കാര്യങ്ങളുമായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. ആദ്യം കമ്പയർ ചെയ്തിരിക്കുന്നത് വസന്തത്തിൽ പനിനീർ പൂ പോലെ. പനിനീർ പൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? റോസ് അല്ലേ? പനിനീർ പൂ എന്തിൻ്റെ സിമ്പലാണ്? പ്രണയത്തിൽ, ലവിൻ്റെ, അല്ലെങ്കിൽ സൗന്ദര്യത്തിൻ്റെ, പ്രതീക്ഷയുടെ ഒക്കെ ഒരു സിമ്പലാണ് ഈ പനിനീർ പൂ എന്ന് പറയുന്നത്. ഈ വസന്തകാലത്തിൽ ഏറ്റവും എന്താ പറയുക, വസന്തത്തിൻ്റെ ഏറ്റവും വലിയ മനോഹാരിത എന്ന് പറയുന്നതും ഈ റോസ് ഫ്ലവർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ സ്പ്രിങ്ങിന് വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ഒരു കാലഘട്ടമാണ് സ്പ്രിങ് എന്ന് പറയുന്നത്. സ്പ്രിങ് സീസണിൻ്റെ ഒരു പ്രത്യേകതയാണ് ക്രിസ്തുവിൻ്റെ ഉയർപ്പാണ് ആ സമയം സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്പ്രിങ്ങിനും വസന്തത്തിനും ബൈബിളിൽ വളരെയേറെ പ്രാധാന്യമുള്ള കാര്യമാണ്. അപ്പോൾ വസന്തത്തിൽ പനിനീർ പൂ പോലെ, വസന്തത്തിന് സൗന്ദര്യം നൽകുന്ന ആ ഒരു റോസ് പോലെ ആരെ കമ്പയർ ചെയ്യാണ് പ്രഭാഷകൻ? ശിമയോനെ കമ്പയർ ചെയ്യാണ്. രണ്ടാമത്തെ എന്താണ്? 8-ാമത്തെ വാക്യത്തിൽ നീർച്ചാലിനരികെ നിൽക്കുന്ന ലില്ലി പോലെ. ലില്ലിപ്പൂവിൻ്റെ പ്രത്യേകത എന്താണ്? നിഷ്കളങ്കത, അഥവാ എന്താ പറയുക, പ്യൂരിറ്റി എന്നൊക്കെ നമ്മൾ പറയില്ലേ, പരിശുദ്ധമായ, അതാണ് ലില്ലിപ്പൂ. അത് നീർച്ചാലിനരികെ നിൽക്കുന്ന ലില്ലിപ്പൂ എന്ന് പറഞ്ഞാലോ, അത് ഒരു കളങ്കവുമില്ലാതെ, അതിലെന്തെങ്കിലും കളങ്കം വന്നാൽ തന്നെ അത് കഴുകി മാറ്റപ്പെടുന്ന ഒരവസ്ഥ. അതാണ് നീർച്ചാലിനരികെ നിൽക്കുന്ന ലില്ലിപ്പൂ. അത്രമാത്രം നിഷ്കളങ്കമായ, അത്രമാത്രം പരിശുദ്ധമായാണ് പ്രഭാഷകൻ ശിമയോനെ കമ്പയർ ചെയ്യുന്നത്. 3-ാമത്തത് എന്താണ്? വേനൽക്കാലത്ത് ലെബനോനിൽ മുളയ്ക്കുന്ന പച്ചപ്പൊടിപ്പ് പോലെ. പച്ചപ്പൊടിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഒരു അധികം ഹൈറ്റിൽ വളരാത്ത ട്രീസ്, മരങ്ങൾ, അത് ഈ വേനൽക്കാലത്ത് വളരുന്നതാണ്, സമ്മർ സീസണിൽ വളരുന്നതാണ്. ലെബനോണിൽ വളരുന്ന അത്തരത്തിലുള്ള നല്ല ഗ്രീനായിട്ട് നിൽക്കുന്ന മരങ്ങൾ, അതിനെന്തെന്നാ പറയണേ, ഷ്രബ്സ് എന്നൊക്കെ പറയൂ കേട്ടോ. എന്താ പറയുക, അധികം ഹൈറ്റിലേക്ക് പോകാണ്ട് മുളച്ചു നിൽക്കുന്ന മരങ്ങൾ, പച്ചപ്പ് നൽകുന്ന മരങ്ങൾ. ഇപ്പോൾ വേനൽക്കാലത്തും ആ ഒരു പച്ചപ്പ് നിലനിർത്തുന്നത്, അതുമായിട്ടാണ് നമ്മുടെ പ്രഭാഷകൻ ശിമയോനെ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഒന്നും കൂടി 6, 7, 8 നോക്കാം. 6-ൽ 2 കാര്യങ്ങളാണ്. ഒന്നെന്തെന്നായിരുന്നു? പ്രഭാതതാരം. 2 എന്തെന്നായിരുന്നു? പൂർണ്ണചന്ദ്രൻ. 7-ലും 2 കാര്യങ്ങളാണ്. ഒന്നെന്തെന്നായിരുന്നു? സൂര്യൻ. 2 മഴവില്ല്. 8-ൽ 3 കാര്യങ്ങളായിരുന്നു. 1 പനിനീർ പൂ പോലെ, 2 ലില്ലി പോലെ, 3 ലെബനോണിൽ മുളയ്ക്കുന്ന പച്ചപ്പൊടിപ്പൂ പോലെ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് 9-ാമത്തെ വാക്യമാണ്. 9-ാമത്തെ വാക്യത്തിൽ 2 കാര്യങ്ങളുമായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തത് ധൂപകലശത്തിൽ പുകയുന്ന സുഗന്ധദ്രവ്യം പോലെ. എന്താണ് ധൂപകലശം? കുന്തിരിക്കമിട്ട് പുകയ്ക്കുന്ന ആ സംഭവമില്ലേ, ആ ധൂപകലശത്തിൽ പുകയുന്ന സുഗന്ധദ്രവ്യം പോലെ. അപ്പോൾ സുഗന്ധദ്രവ്യം പോലെയാണ് കമ്പയർ ചെയ്തേക്കുന്നത്. രണ്ടാമത്തത് എന്തെന്നാണ്? ഗജിതമായ സ്വർണ്ണത്തളിക പോലെ. സ്വർണ്ണത്തളികയുടെ പ്രത്യേകത എന്താണ് ഇവിടെ പറയുന്ന? ഈ സ്വർണ്ണത്തളികയുടെ സൈഡിൽ കംപ്ലീറ്റും രത്നങ്ങൾ കൊണ്ട് ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആക്കിയേക്കുവാണ്. അത്തരത്തിലുള്ളൊരു സ്വർണ്ണത്തളിക പോലെ. അപ്പോൾ ആദ്യം പറയുന്നത് സുഗന്ധദ്രവ്യം പോലെ, രണ്ടാമത് പറയുന്നത് സ്വർണ്ണത്തളിക പോലെ. സ്വർണ്ണത്തളികയുടെ പ്രത്യേകത എന്താണ്? രത്നങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന സ്വർണ്ണത്തളിക. ഓക്കെ, 2 കാര്യങ്ങളാണ് 9-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. 10-ാമത്തെ വാക്യത്തിൽ പറയുന്നത് 2 കാര്യങ്ങൾ വീണ്ടും കായ്ച്ചു നിൽക്കുന്ന ഒലിവ് പോലെ. എന്താ പറയുന്നത്? കായ്ച്ചു നിൽക്കുന്ന ഒലിവ് പോലെ. ഒലിവ് ഇലയുമായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒലിവിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് അല്ലേ? നമുക്കറിയാം, നോഹയുടെ പെട്ടകത്തിലും പ്രളയം കഴിഞ്ഞു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പ്രാവ് തിരിച്ചു വരുന്നത് ഒരു ഒലിവിൻ്റെ ഒരു ഒലിവിലയുമായിട്ടാണ്. അതുകൊണ്ട് തന്നെ അത് സമാധാനത്തിൻ്റെ സിമ്പലായിട്ട് പിന്നീട് മാറുന്നുണ്ട്. ഇന്നും ലോകത്തിൽ ഒലിവ് എന്ന് പറയുന്നത് ഒരു സമാധാനത്തിൻ്റെ സിമ്പലായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതിൻ്റെ എണ്ണ അല്ലേ, ഓയിൽ, അതേപോലെ ആ എണ്ണയുടെ ഉപയോഗം, ഇതെല്ലാം ബഹുമാന്യമായിട്ട് കാണപ്പെടുന്നൊരു സമൂഹമാണെന്നുണ്ടായിരുന്നത് ഒലിവ് ഓയിൽ. ഓക്കെ, അതേപോലെ ഇത് പതിയെ വളരുള്ളൂ. അപ്പോൾ അതിനർത്ഥം എന്താണ്? ദൈവത്തിലുള്ള ആ വിശ്വസ്തതയെ ചൂണ്ടിക്കാണിക്കാനായിട്ടാണ് അതിൻ്റെ ആ ഒരു പതിയെയുള്ള ഗ്രോത്ത് കാണിക്കുന്നത്. ഇനി വളർന്നു കഴിഞ്ഞാലോ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് വിളവെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഒലിവ് മരങ്ങൾ എന്ന് പറയുന്നത്. അത് ദൈവം പ്രൊവൈഡ് ചെയ്യുന്ന കാര്യമാണ്. ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നൽകുന്ന ഒരു പ്രതിഫലമാണത്. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ ഒലിവ് എന്ന് പറയുന്നത്
സിമ്പൽ ഓഫ് ക്രിസ്ത്യാനിറ്റിയാണ്. ക്രിസ്ത്യൻസിൻ്റെ ഒരു സിമ്പലായിട്ടാണ് ബൈബിളിൽ പലയിടങ്ങളിലും ഒലിവ് ശിഖരങ്ങൾ കാണിക്കുന്നത്. ഓക്കെ, ഓശാന പാടുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് അറിയാൻ പറ്റും അല്ലേ. അപ്പോൾ അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ബൈബിൾ അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു ഒലിവ് പോലെയാണ് പ്രഭാഷകൻ ശിമെയോനെ കമ്പയർ ചെയ്യുന്നത്, കായ്ച്ചു നിൽക്കുന്ന ഒലിവ് പോലെ. രണ്ടാമത് പറയുന്നത് മേഘമൊരുമുന്ന ദേവദാരു പോലെ അവൻ പ്രശോഭിച്ചു. അപ്പോൾ 10ാമത്തെ വാക്യത്തിൽ രണ്ടാമതും നമ്മളിപ്പോൾ ഇത്രയും പഠിച്ചതിൽ ഏറ്റവും അവസാനത്തതും 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ പഠിച്ച അവസാനത്തെ കമ്പാരിസണുമാണ് മേഘമൊരുമുന്ന ദേവദാരു പോലെ അവൻ പ്രശോഭിച്ചു. അതെന്താ ഉദ്ദേശിക്കുന്നത്? ദേവദാരുവിൻ്റെ പ്രത്യേകത എന്താണ്? വളരെ ഹൈറ്റിലേക്ക് ഉയരുന്ന മരമാണ്. ഓക്കെ, മറ്റ് മരങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന മരമാണ്. വളരെ ഇങ്ങനെ ഹൈറ്റിലേക്ക് അത് വളർന്ന് പോകും. അതാണ് ആ ഉദ്ദേശിക്കുന്നത്. മേഘമൊരുമുന്ന, മേഘത്തെ തൊടുന്ന, മേഘത്തെ ചുംബിക്കുന്ന, മേഘത്തെ സ്പർശിക്കുന്ന ആ ഒരു ദേവദാരു പോലെ അവൻ പ്രശോഭിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കണ്ടത്. 6ാമത്തെ വാക്യത്തിൽ നമ്മൾ 2 കാര്യങ്ങൾ കണ്ടു. ഏതൊക്കെയായിരുന്നു അത്? പ്രഭാത താരവും പൂർണ്ണചന്ദ്രനും. 7ാമത്തെ വാക്യത്തിലും 2 കാര്യങ്ങൾ കണ്ടു. എന്തൊക്കെയായിരുന്നു അത്? സൂര്യനും മഴവില്ലും. 8ാമത്തെ വാക്യത്തിൽ 3 കാര്യങ്ങൾ നമ്മൾ കണ്ടു. എന്തൊക്കെയായിരുന്നു? പനിനീർ ചെടി, ലില്ലിപ്പൂവ്, അതോടുകൂടി എന്തായിരുന്നു? ലെബനോണിൽ വളരുന്ന പച്ചപ്പൊടിപ്പ് പോലെയും. 9ാമത്തെ വാക്യത്തിൽ 2 കാര്യങ്ങൾ വീണ്ടും കണ്ടു. എന്തൊക്കെയായിരുന്നു അത്? ധൂപകലശത്തിലെ സുഗന്ധദ്രവ്യം പോലെയും. രണ്ടാമത്തേത് എന്തായിരുന്നു? ഗജിതമായ സ്വർണ്ണ തളിക പോലെയും. 10ാമത്തെ വാക്യത്തിൽ വീണ്ടും 2 കാര്യങ്ങൾ കണ്ടു. ഒന്ന് ഒലിവ് പോലെയും, 2 ദേവദാരു പോലെയും. ടോട്ടൽ 11 കാര്യങ്ങളുമായിട്ടാണ് പ്രഭാഷകൻ ശിമെയോനെ കമ്പയർ ചെയ്തേക്കുന്നത്. അടുത്തതായിട്ട് ഒരു പുരോഹിതൻ എന്നുള്ള രീതിയിൽ ശിമെയോൻ എന്തൊക്കെയാണ് ചെയ്തിരുന്നത്, പ്രധാന പുരോഹിതനായിട്ടുള്ള ശിമെയോൻ്റെ കീഴിൽ നിൽക്കുന്ന മറ്റു പുരോഹിതന്മാരും എന്തൊക്കെയാണ് ചെയ്തിരുന്നത്, അതിനെക്കുറിച്ചിട്ടാണ് പ്രഭാഷകൻ വ്യക്തമാക്കുന്നത്. 11ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അവൻ മഹിമയേറിയ സ്ഥാനവസ്ത്രമണിഞ്ഞ്, പ്രധാന പുരോഹിതൻ എന്നുള്ള സ്ഥാനവസ്ത്രമുണ്ട്, മറ്റു പുരോഹിതന്മാരിൽ നിന്ന് വ്യത്യസ്തമാണ് ആ വസ്ത്രങ്ങൾ. അവൻ മഹിമയേറിയ സ്ഥാനവസ്ത്രമണിഞ്ഞ് സർവാലങ്കാര ഭൂഷിതനായി വിശുദ്ധ ബലിപീഠത്തെ സമീപിച്ച് വിശുദ്ധ കൂടാരത്തിൻ്റെ അങ്കണത്തെ മഹത്വപൂർണ്ണമാക്കി. അപ്പോൾ എന്താ പറയുന്നത്? അവൻ മഹിമയേറിയ സ്ഥാനവസ്ത്രമണിഞ്ഞ് സർവാലങ്കാര ഭൂഷിതനായി, എല്ലാ രീതിയിലും ഒരു പുരോഹിതൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ആ ഒരു എന്താ പറയുക ശുശ്രൂഷയ്ക്ക് മുൻപ് അണിയേണ്ടതായിട്ടുണ്ട്. അതെല്ലാം അണിഞ്ഞ് സർവാലങ്കാര ഭൂഷിതനായിട്ട് അവൻ എന്താ ചെയ്യുന്ന ശിമെയോൻ? വിശുദ്ധ ബലിപീഠത്തെ സമീപിക്കും. എന്താ ചെയ്യുന്നത്? ബലിപീഠത്തെ, വിശുദ്ധമായിട്ടുള്ള ആ ബലിപീഠത്തെ സമീപിക്കും. അത് സമീപിക്കുമ്പോൾ നടക്കുന്നത് എന്താണ്? ആ കൂടാരം അങ്ങനെ തന്നെ, വിശുദ്ധ കൂടാരത്തിൻ്റെ അങ്കണത്തെ തന്നെ മഹത്വപൂർണ്ണമാക്കും. മനസ്സിലായോ? ഇപ്പോൾ നമ്മൾ പള്ളിയിലൊക്കെ പോകുമ്പോൾ, പ്രത്യേകിച്ച് ഈ പെരുന്നാൾ കുർബാനയൊക്കെ വരുമ്പോൾ ആ മിറ്റത്തൊന്ന് എത്തിയാൽ മതി എന്ന് പറയും. അതെന്തുകൊണ്ടിട്ടാണ്? ഇതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആ വിശുദ്ധമായിട്ടുള്ള രീതിയിൽ ആ പുരോഹിതൻ ആ ബലിപീഠത്തെ സ്പർശിക്കുമ്പോൾ, ആ ബലിപീഠത്തിൽ ബലി അർപ്പിക്കുമ്പോൾ, കർത്താവിനെ ആരാധിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ അങ്കണം വരെ, ആ പള്ളിയുടെ കോമ്പൗണ്ട് വരെയും എന്താവുകയാണ്? മഹത്വപൂർണ്ണമാകുകയാണ്. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അവൻ മഹിമയേറിയ സ്ഥാനവസ്ത്രമണിഞ്ഞ് സർവാലങ്കാര ഭൂഷിതനായി വിശുദ്ധ ബലിപീഠത്തെ സമീപിച്ച് വിശുദ്ധ കൂടാരത്തിൻ്റെ അങ്കണത്തെ മഹത്വപൂർണ്ണമാക്കി. 12ാമത്തെ വാക്യത്തിൽ പറയുന്നത് എന്താണ് ഈ ബലിപീഠത്തിൽ നിന്നുകൊണ്ട് പുരോഹിതൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ മറ്റ് പ്രധാന പുരോഹിതനും മറ്റു പുരോഹിതന്മാരും ചെയ്യുന്നത്. അവൻ ബലിപീഠത്തിലെ അഗ്നിക്കരികെ നിന്ന് എന്താ ചെയ്യുന്നത്? നമുക്ക് ബലികൾ അർപ്പിക്കുന്ന അഗ്നിക്കരികെ നിന്നുകൊണ്ട് പുരോഹിതന്മാരുടെ കയ്യിൽ നിന്ന് ഓഹരികൾ സ്വീകരിച്ചു. എന്താ ചെയ്യുന്നത്? എല്ലാ പുരോഹിതന്മാരും അവരുടെ ഓഹരി കർത്താവിന് അർപ്പിക്കണം. അപ്പോൾ പുരോഹിതന്മാരുടെ കൈകളിൽ നിന്ന് നമ്മുടെ ഈ പ്രധാന പുരോഹിതനായിട്ടുള്ള ശിമെയോൻ തൻ്റെ ഓഹരി സ്വീകരിച്ചു. പൂമാല പോലെ സഹോദരന്മാർ അവനെ ചുറ്റി നിന്നു. അപ്പോൾ ഇതാണ് ബലിപീഠമെങ്കിൽ ബലിപീഠത്തിൽ നമ്മുടെ ശിമെയോൻ ബലിയർപ്പിക്കുകയാണ്. ആ സമയത്ത് മറ്റു പുരോഹിതന്മാർ പൂമാല പോലെ നമ്മുടെ ഈ ശിമെയോനെ ചുറ്റി നിൽക്കുകയാണ്. ഓക്കെ, പൂമാല പോലെ ശിമെയോനെ ചുറ്റി നിൽക്കുകയാണ് മറ്റു പുരോഹിതന്മാർ. നടുക്ക് ബലിപീഠത്തിൽ ശിമെയോൻ എന്ത് ചെയ്യാണ്? ബലിയർപ്പിക്കുകയാണ്. അവൻ അവരുടെ മധ്യേ ഈന്തപ്പനകളാൽ വലയിതമായ ലെബനോനിലെ ഇളം ദേവദാരു പോലെ ശോഭിച്ചു. അപ്പോൾ ഈ ഒരു സീൻ, അല്ലെങ്കിൽ നടുക്ക് ബലിപീഠത്തിൽ ബലിയർപ്പിക്കുന്ന ശിമെയോനും പ്രധാന പുരോഹിതനായിട്ടുള്ള ശിമെയോനും തൻ്റെ ചുറ്റിനും നിൽക്കുന്ന മറ്റു പുരോഹിതന്മാർ, പൂമാല പോലെ കോർത്തു നിൽക്കുന്ന മറ്റു പുരോഹിതന്മാരെയും പ്രഭാഷകൻ താരതമ്യം ചെയ്യുന്നത് എന്തുമായിട്ടാണ്? നമ്മുടെ ഈ ശിമെയോനെ താരതമ്യം ചെയ്യുന്നത് ലെബനോനിലെ ഇളം ദേവദാരു പോലെ. നമ്മുടെ ഈ പുരോഹിതന്മാർ
നമ്മുടെ പ്രഭാഷകൻ താരതമ്യം ചെയ്യുന്നത് എന്തുമായിട്ടാണ്? ഈന്തപ്പനകളെപ്പോലെ. അതാണ് പറയുന്നത്, ഈന്തപ്പനകളാൽ വലയിതമായ ലെബനോനിലെ ഇളം ദേവദാരു പോലെ ശോഭിച്ചു. ഈന്തപ്പനകൾ, ഈ പൂമാല പോലെ ചുറ്റി നിൽക്കുന്ന പുരോഹിതന്മാരെ പ്രഭാഷകൻ കമ്പയർ ചെയ്യുന്നത് ഈന്തപ്പനകളെപ്പോലെ. നടുക്ക് നിൽക്കുന്ന നമ്മുടെ ശിമയോനെ കമ്പയർ ചെയ്യുന്നത് ലെബനോണിലെ ദേവദാരു പോലെ. അപ്പം ഈന്തപ്പനകളാൽ ചുറ്റി നിൽക്കുന്ന ലെബനോണിലെ ദേവദാരു പോലെ ആര് ശോഭിച്ചു? ശിമയോൻ ശോഭിച്ചു എന്ന് പ്രഭാഷകൻ പറഞ്ഞു വെക്കുകയാണ്. 13-ാമത്തെ വാക്യത്തിൽ ഈ ബലിയർപ്പിച്ചതിന് ശേഷം നമ്മുടെ ഈ പുരോഹിതന്മാർ എന്താണ് ചെയ്യുന്നത്? അഹറോൻ്റെ പുത്രന്മാർ എന്നുദ്ദേശിക്കുന്നത് ആരാണ്? പുരോഹിതന്മാരെയാണ്. അഹറോൻ്റെ പുത്രന്മാർ തങ്ങളുടെ സർവ്വവിഭൂഷകളോടും കൂടെ കർത്താവിനുള്ള കാഴ്ചകൾ കരങ്ങളിലേന്തി ഇസ്രായേൽ സമൂഹത്തിൻ്റെ മുൻപിൽ നിന്നു. അപ്പോൾ കർത്താവിന് കൊടുക്കാനായിട്ടുള്ള കാഴ്ചകൾ കൈകളിലേന്തിയിട്ട് നമ്മുടെ ഈ അഹറോൻ്റെ പുത്രന്മാർ, പുരോഹിതന്മാരായിട്ടുള്ള വ്യക്തികൾ എന്ത് ചെയ്തു? ഇസ്രായേൽ സമൂഹത്തിൻ്റെ മുൻപിൽ വന്ന് നിൽക്കുകയാണ്. അതിനുശേഷം അവർ കർത്താവിന് കാഴ്ചകൾ അർപ്പിക്കുകയാണ്. 14-ാമത്തെ വാക്യം, ബലിപീഠത്തിലെ ശുശ്രൂഷകൾ പൂർത്തിയാക്കി, ബലിപീഠത്തിലെ എല്ലാ ശുശ്രൂഷകളും പൂർത്തിയാക്കി അത്യുന്നതനായ സർവശക്തന് കാഴ്ചകൾ ഒരുക്കിയതിന് ശേഷം. അപ്പോൾ എന്താ പറയുന്നത്? ആദ്യം അവർ കർത്താവിന് കൊടുക്കാനായിട്ടുള്ള കാഴ്ചകളുമായിട്ട് ഇസ്രായേൽ ജനത്തിൻ്റെ മുൻപിൽ വന്നു. അതിനുശേഷം അവർ ബലിപീഠത്തിൽ ശുശ്രൂഷകൾ പൂർത്തിയാക്കി. അതിനുശേഷം അവരെന്ത് ചെയ്തു? അത്യുന്നതനായ സർവശക്തന് കാഴ്ചകൾ ഒരുക്കി. അതിനുശേഷം അവൻ പാനപാത്രത്തിൽ മുന്തിരിച്ചാറെടുത്ത്, ആര്? ശിമയോൻ. ശിമയോൻ എന്ത് ചെയ്തു? പാനപാത്രത്തിൽ മുന്തിരിച്ചാറെടുത്ത് നൈവേദ്യവും സർവാധിരാജനായ അത്യുന്നതന് പ്രീതികരമായ പരിമളവുമായി ബലിപീഠത്തിന് ചുവട്ടിൽ ഒഴുക്കി. അപ്പം എന്തെന്നാ ഒഴുക്കിയത് ശിമയോൻ? ഒരു പാനപാത്രത്തിൽ നിറച്ച് വെച്ച മുന്തിരിച്ചാറ്, ഒരു പാനപാത്രത്തിൽ എടുത്തു വെച്ച മുന്തിരിച്ചാറ് എന്തായിട്ടാണ് കർത്താവിൻ്റെ ബലിപീഠത്തിന് ചുറ്റുമൊഴിച്ചത്? ഒന്ന്, നൈവേദ്യമായിട്ട്. എന്തായിട്ടാണ് ഒഴിച്ചത്? നൈവേദ്യമായിട്ട്. 2, കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ട പരിമളമായിട്ട്. അപ്പോൾ 2 സിമ്പിൾസാണ് കാണിക്കുന്നത്. ഒന്ന്, നൈവേദ്യമായിട്ട് കൊടുക്കാനായിട്ടുള്ള ആ ഒരു കാഴ്ചവസ്തുവായിട്ട് ബലിപീഠത്തിന് ചുറ്റും ആ മുന്തിരിച്ചാർ ഒഴിച്ചു. രണ്ടാമത്തത്, കർത്താവിന് ഏറ്റവും പ്രീതികരമായിട്ടുള്ളൊരു പരിമളം കൂടിയാണ് ഈ മുന്തിരിച്ചാർ എന്ന് പറയുന്നത്. ആ ഒരു സിംബോളിക്കായിട്ടും മുന്തിരിച്ചാറ് ചുറ്റിനും ഒഴിക്കുകയാണ്. ആര്? ശിമയോൻ. ശിമയോൻ പാനപാത്രത്തിൽ മുന്തിരിച്ചാറെടുത്ത് നൈവേദ്യവും സർവാധിരാജനായ അത്യുന്നതന് പ്രീതികരമായ പരിമളവുമായി ബലിപീഠത്തിന് ചുവട്ടിൽ ഒഴുക്കി. നമ്മുടെ ശിമയോൻ ഇത് ചെയ്യുന്ന സമയത്ത് മറ്റു പുരോഹിതന്മാരെന്താ ചെയ്തത്? അഹറോൻ്റെ പുത്രന്മാർ ആർത്തു വിളിക്കുകയും കർത്താവിനെ ആർത്തു വിളിക്കുകയും ലോഹനിർമ്മിതമായ കാഹളമൂതുകയും ചെയ്തു. അപ്പോൾ കാഹളമൂതുകയും ഒപ്പം ആർത്തു വിളിക്കുകയും ചെയ്തു. കാഹളത്തിൻ്റെ പ്രത്യേകത എന്താണ്? മെറ്റൽ, ഏതെങ്കിലും ഒരു മെറ്റൽ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന, ലോഹം കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന കാഹളമായിരുന്നു. അത് ഊതുകയും ചെയ്തു. എന്തിനു വേണ്ടി? അത്യുന്നതൻ തങ്ങളെ സ്മരിക്കുന്നതിന് വേണ്ടി അവർ ഉച്ചഘോഷം മുഴക്കി. ഇത്രയും ഉച്ചത്തിൽ അവർ ആർത്തു വിളിക്കുകയും ഇത്രയും ഉച്ചത്തിൽ അവർ കാഹളം മുഴക്കുകയും ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ്? കർത്താവിന് ബലി അർപ്പിച്ചതിന് ശേഷം കർത്താവ് അത് സ്മരിക്കാൻ വേണ്ടി, ഞങ്ങളെ ഓർക്കാൻ വേണ്ടി, ഞങ്ങൾക്കതിനുള്ള ഉത്തരം നൽകാൻ വേണ്ടിയാണ് അവർ ഈ ഉച്ചത്തിൽ ഘോഷിക്കുന്നത്. ഓക്കെ, ഉച്ചത്തിൽ ആർത്ത് വിളിക്കുന്നത്, ഉച്ചത്തിൽ കാഹളം മുഴക്കുന്നത്. 17-ാമത്തെ വാക്യം പറയുന്നത്, ഇത് സംഭവിക്കുമ്പോൾ നമ്മുടെ ശിമയോൻ ഇങ്ങനെയൊക്കെ ചെയ്തു. ശിമയോൻ ഇത് ചെയ്യുന്ന സമയത്ത് മറ്റു പുരോഹിതന്മാർ ഇന്ന കാര്യം ചെയ്തു. അപ്പോൾ ജനം എന്താണ് ചെയ്തത്? ഉടനെ ജനം അത്യുന്നതനായ ദൈവത്തെ, സർവശക്തനായ കർത്താവിനെ ആരാധിക്കുന്നതിന് സാഷ്ടാംഗം വീണു. അപ്പോൾ പ്രധാന പുരോഹിതനായിട്ടുള്ള ശിമയോൻ മുന്തിരിച്ചാറ് ബലിപീഠത്തിന് ചുറ്റും ഒഴിക്കുകയും, എന്തൊക്കെയായിട്ടാണ് ഒഴിച്ചത്? നൈവേദ്യമായിട്ടും ഒഴിച്ചു, കർത്താവിന് ഏറ്റവും പ്രീതികരമായിട്ടുള്ള പരിമളമായിട്ടും അത് ബലിപീഠത്തിന് ചുറ്റും ഒഴിച്ചു. ആ സമയത്ത് മറ്റു പുരോഹിതന്മാർ, അഹറോൻ്റെ പുത്രന്മാർ എന്താ ചെയ്തത്? അവർ കാഹളം മുഴക്കുകയും ഉച്ചത്തിൽ ആർത്ത് വിളിക്കുകയും ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ്? കർത്താവ് അവരെ സ്മരിക്കാൻ വേണ്ടിയിട്ട്, ഓർക്കാൻ വേണ്ടിയിട്ട്. ഈ സമയം ജനം എന്താണ് ചെയ്തത്? അവർ കർത്താവിനെ ആരാധിക്കുന്നതിന് സാഷ്ടാംഗം വീണു. ഇവിടെ കർത്താവിന് കൊടുക്കുന്ന ആ ഒരു എന്തൊക്കെയാണ് ആ ഒരു വിശേഷണങ്ങൾ? അത്യുന്നതനായ ദൈവത്തെ, സർവശക്തനായ കർത്താവിനെ. എന്താ പറയുന്നത്? അത്യുന്നതനായ ദൈവത്തെ, സർവശക്തനായ കർത്താവിനെ ആരാധിക്കുന്നതിന് സാഷ്ടാംഗം വീണു ഇസ്രായേൽ ജനം. ഗായകരെന്താണ് ചെയ്തത്? അതാണ് 18-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. അപ്പോൾ ഓരോ വാക്യത്തിലും ഓരോരുത്തർ ചെയ്തതാണ്. 15-ൽ നമ്മുടെ ശിമയോൻ ചെയ്തത്, 16-ൽ അഹറോൻ്റെ പുത്രന്മാർ ചെയ്തത്, 17-ൽ ജനം ചെയ്തത്, 18-ൽ ഗായകർ ചെയ്തത്.
ഗായകർ അവിടുത്തെ സ്തുതിമധുരമായി സ്തുതിച്ചു പാടി. ഗായകർ എന്താ ചെയ്തത്? ശ്രുതിമധുരമായി കർത്താവിനെ സ്തുതിച്ചു പാടാൻ തുടങ്ങി. 19 വാക്യത്തിൽ ജനം പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. കർത്താവിൻ്റെ ആരാധന ക്രമപ്രകാരം പൂർത്തിയാകുന്നത് വരെ, ഓരോ ഘട്ടമായിട്ടാണ് ആരാധന പൂർത്തിയാവുന്നത്, ശുശ്രൂഷ പൂർത്തിയാവുന്നത്. അത് പൂർത്തിയാകുന്നത് വരെ ജനം കാരുണ്യവാനും അത്യുന്നതനുമായ കർത്താവിൻ്റെ മുൻപിൽ പ്രാർത്ഥിച്ചു. എന്താ പറയുന്നത്? കാരുണ്യവാനും അതോടൊപ്പം അത്യുന്നതനുമായ കർത്താവിൻ്റെ മുൻപിൽ അവരെന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. ശുശ്രൂഷകൾ അതിൻ്റെ ക്രമപ്രകാരം പൂർത്തിയാകുന്നത് വരെ ജനം പ്രാർത്ഥിച്ചു. അങ്ങനെ അവർ ശുശ്രൂഷ പൂർത്തിയാക്കി. 19 വാക്യത്തിൽ ശുശ്രൂഷ പൂർത്തിയാവുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ എന്തൊക്കെയാണ് പുരോഹിതൻ ചെയ്യേണ്ടത്, ആരാധനയായിട്ട് ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്നാണ് 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്. 15 പറയുന്നത് ശിമയോൻ എന്താണ് ചെയ്തത്. 16 പറയുന്നത് അഹറോൻ്റെ പുത്രന്മാരായിട്ടുള്ള മറ്റു പുരോഹിതന്മാർ എന്താണ് ചെയ്തത്. 17 പറയുന്നത് ജനം എന്താണ് ചെയ്തത്. 18 പറയുന്നത് ഗായകരെന്താണ് ചെയ്തത്. 19 പറയുന്നത് ജനം എങ്ങനെയാണ് ശുശ്രൂഷ പൂർത്തിയാകുന്നത് വരെ നിന്നത്, അവരെങ്ങനെയാണ് ശുശ്രൂഷ പൂർത്തിയാക്കിയത്. 20 വാക്യം നമുക്ക് നോക്കാം. കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതിനും അവിടുത്തെ അനുഗ്രഹം പ്രഖ്യാപിക്കുന്നതിനും വേണ്ടി ശിമയോൻ ഇറങ്ങി വന്ന് ഇസ്രായേൽ മക്കളുടെ മുൻപാകെ കൈകൾ ഉയർത്തി. അപ്പോൾ ഇനി പറയാൻ പോകുന്നത് ലാസ്റ്റ് പാർട്ടാണ്, ശുശ്രൂഷയുടെ ഏറ്റവും അവസാനത്തെ പാർട്ട്. അതെന്താണ്? ആശീർവാദം. കുർബാനയ്ക്ക് ശേഷം അച്ഛന്മാർ പറയുന്നത് എന്താണ്? നമുക്ക് ഇനി ആശീർവാദം സ്വീകരിക്കാം എന്നാണ് പറയുന്നത്. അതുപോലെ ഈ ബലിക്ക് ശേഷം, ശുശ്രൂഷയ്ക്ക് ശേഷം ശിമയോൻ ജനത്തെ ആശീർവദിക്കാൻ വേണ്ടി വരികയാണ്. കർത്താവിൻ്റെ ആ വലിയൊരു അനുഗ്രഹം പ്രഖ്യാപിക്കാൻ വേണ്ടി വരികയാണ്. കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതിനും അവിടുത്തെ അനുഗ്രഹം പ്രഖ്യാപിക്കുന്നതിനും വേണ്ടി 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ശിമയോൻ ഇറങ്ങി വന്നത്. ഒന്നെന്തിനാണ്? കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി. ഒന്നെന്താണ്? കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി. രണ്ടാമത്തേത് എന്താണ്? അവിടുത്തെ അനുഗ്രഹം ജനത്തിന് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി ശിമയോൻ ഇറങ്ങി വന്നു ഇസ്രായേൽ മക്കളുടെ മുൻപാകെ കൈകൾ ഉയർത്തി. കണ്ടോ? ആശീർവദിക്കുമ്പോൾ പുരോഹിതന്മാർ കൈകൾ ഉയർത്തുന്നത് പോലെ തന്നെ ശിമയോനും ഇറങ്ങി വന്ന് ഇസ്രായേൽ മക്കളുടെ മുൻപിൽ കൈകൾ ഉയർത്തി. 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒന്ന് കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്, രണ്ടാമത്തേത് അവിടുത്തെ അനുഗ്രഹം പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ട്. ലാസ്റ്റ് ഈ ഒരു ഹെഡിങ്ങിന് കീഴിലുള്ള ലാസ്റ്റ് വാക്യം പറയുന്നത് അത്യുന്നതൻ്റെ ആശീർവാദം സ്വീകരിക്കുവാൻ ജനം വീണ്ടും കുമ്പിട്ടു. ആദ്യം അവരെന്തിനാണ് കുമ്പിട്ടത്? ആരാധിക്കാൻ. ഇപ്പോൾ അവരെന്തിനാണ് കുമ്പിടുന്നത്? ആശീർവാദം സ്വീകരിക്കാൻ. ചോദിച്ചാൽ ഉത്തരം ലഭിക്കും. അപ്പോൾ ആദ്യം അവർ അവരുടെ അപേക്ഷകൾ ചോദിച്ചു. അറ്റ് ലാസ്റ്റ് അവർക്ക് ആശീർവാദമായ അനുഗ്രഹം ലഭിച്ചു. അത്യുന്നതൻ്റെ ആശീർവാദം സ്വീകരിക്കുവാൻ ജനം വീണ്ടും കുമ്പിട്ടു. ഇത്രയുമാണ് ഒന്നാമത്തെ ഹെഡിങ്. ഈ ഹെഡിങ് ഒന്നും കൂടി ഞാൻ സമ്മറൈസ് ചെയ്ത് പറഞ്ഞുതരാം. പഠിക്കുമ്പോൾ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കണം. അതിൽ നമ്മുടെ ശിമയോൻ്റെ ഐഡൻറ്റിറ്റീനെ കുറിച്ച് പറയുന്നുണ്ട്, ശിമയോൻ ആരാണെന്ന് പറയുന്നുണ്ട്, ആൻഡ് ശിമയോൻ്റെ 4 കാര്യങ്ങൾ, ശിമയോൻ്റെ കാലഘട്ടത്തിൽ ശിമയോൻ ചെയ്ത 4 മഹത്വപൂർണ്ണമായ പ്രവൃത്തികളെക്കുറിച്ചും പറയുന്നുണ്ട്. അടുത്തത് 5-ാമത്തെ വാക്യം ഒറ്റയ്ക്ക് പഠിക്കേണ്ടതാണ്. അത് പ്രഭാഷകൻ ശിമയോനെ ഒരു മഹത്വപൂർണ്ണനായിട്ട് കാണുകയാണ്. നീ ആ ശ്രീകോവിലിന് പുറത്ത് വരുമ്പോൾ ജനം നിന്നെ ചുറ്റും പൊതിയുമ്പോൾ നീ എത്ര മഹത്വപൂർണ്ണനാണ് എന്ന് സ്വയമേ ഒന്ന് ശിമയോനെക്കുറിച്ച് ചോദിക്കുകയാണ്. അടുത്തത് 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ 11 കാര്യങ്ങളുമായിട്ട് പ്രഭാഷകൻ കമ്പയർ ചെയ്യുന്നുണ്ട്. 6-ാമത്തെ വാക്യത്തിൽ 2 കാര്യങ്ങൾ, 7-ാമത്തെ വാക്യത്തിൽ 2, 8-ാമത്തെ വാക്യത്തിൽ 3, 9-ാമത്തെ വാക്യത്തിൽ 2, 10-ാമത്തെ വാക്യത്തിൽ 2, അങ്ങനെ ടോട്ടൽ 11 കാര്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. ഞാനിത് എടുത്തു പറയുന്നില്ല കേട്ടോ. ഇനി 11-ാമത്തെ വാക്യം മുതൽ 14-ാമത്തെ വാക്യം വരെ പ്രധാന പുരോഹിതനും മറ്റ് പുരോഹിതന്മാരും, ശുശ്രൂഷ ചെയ്യുന്ന മറ്റ് പുരോഹിതന്മാരും എങ്ങനെയായിരിക്കണം, അവർ ചെയ്യേണ്ട ശുശ്രൂഷകൾ എന്തൊക്കെയാണ്, ഈവൻ പ്രഭാഷകൻ കമ്പയർ വരെയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്ത് എന്തായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്? പൂമാല പോലെ നമ്മുടെ പ്രധാന പുരോഹിതനായിട്ടുള്ള ശിമയോനെ ചുറ്റി നിൽക്കുന്ന അഹറോൻ്റെ മറ്റു പുത്രന്മാർ അല്ലെങ്കിൽ മറ്റ് പുരോഹിതന്മാരെ എന്തായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്? ചുറ്റി നിൽക്കുന്ന പുരോഹിതന്മാരെ ഈന്തപ്പനകളായിട്ടും നടുക്ക് നിൽക്കുന്ന പ്രധാന പുരോഹിതനെ ലെബനോനിലെ ഇളം ദേവദാരു പോലെയും കമ്പയർ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഈ 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിലാണ്. ഇനി 15-ാമത്തെ വാക്യത്തിൽ ശിമയോൻ ചെയ്ത ഒരു കാര്യത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. മുന്തിരി ബലിപീഠത്തിന് ചുറ്റും, മുന്തിരിച്ചാറ് ബലിപീഠത്തിന് ചുറ്റും ഒഴിച്ചു. ആ സമയം 16-ാമത്തെ വാക്യത്തിൽ മറ്റ് അഹറോൻ്റെ പുത്രന്മാർ ചെയ്തത് എന്താണ്? കാഹളം മുഴക്കി ഉച്ചത്തിൽ ഉദ്ഘോഷിച്ചു. 17 ജനം ചെയ്തത് ആരാധിക്കാനായിട്ട് സാഷ്ടാംഗം വീണു. 18 ഗായകർ ചെയ്തത്. ഓക്കെ. 19 എന്താണ് പറയുന്നത്?
ബലി പൂർത്തിയാക്കുന്നത്. എങ്ങനെയാണ് അവർ ശുശ്രൂഷ ക്രമപ്രകാരം പൂർത്തിയാക്കിയത്? ഒറ്റയ്ക്ക് പഠിക്കണം 19. 20ഉം 21ഉം ഒന്നിച്ചു പഠിക്കണം. ആശീർവാദം കിട്ടുകയാണ്. 20 ശിമയോൻ ആശീർവാദം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ ജനത്തിൻ്റെ മുൻപിൽ വരികയാണ്. ഇസ്രായേൽ ജനം ആശീർവാദം സ്വീകരിക്കാൻ വേണ്ടി 21 സാഷ്ടാംഗം വീഴുന്നതാണ്. ഓക്കെ, ഇങ്ങനെ വേണം ഈ ഹെഡിങ് പഠിക്കാനായിട്ട്. അടുത്തത് രണ്ടാമത്തെ ഹെഡിങ് ആയിട്ടുള്ള ഉപദേശങ്ങളാണ്. 22 മുതൽ 29 വരെയുള്ള വാക്യങ്ങളാണ് ഈ ഹെഡിങ്ങിന് കീഴിലുള്ളത്. 22ാമത്തെ വാക്യം നമുക്ക് നോക്കാം. എല്ലായിടത്തും വൻ കാര്യങ്ങൾ ചെയ്യുന്ന സകലത്തിൻ്റെയും ദൈവത്തെ വാഴ്ത്തുക. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് നൽകുന്ന ഉപദേശം എന്താണ്? സകലത്തിൻ്റെയും ദൈവത്തെ വാഴ്ത്തുക. ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ദൈവത്തെ വാഴ്ത്തണം. ഓക്കെ, ദൈവത്തെ വാഴ്ത്തുക, സകലത്തിൻ്റെയും ദൈവത്തെ, ഭൂമിയിലുള്ള സകല സൃഷ്ടികളുടെയും ദൈവത്തെ വാഴ്ത്തുക. എന്തിനു വേണ്ടിയിട്ടാണ്? അവൻ്റെ പ്രത്യേകത എന്താണ്? എല്ലായിടത്തും വൻ കാര്യങ്ങൾ ചെയ്യുന്ന, നമ്മൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത, നമുക്ക് ചെയ്യാൻ പോലും പറ്റാത്ത കാര്യങ്ങൾ, വൻ കാര്യങ്ങൾ, വലിയ കാര്യങ്ങൾ ചെയ്യുന്ന സകലത്തിൻ്റെയും ദൈവത്തെ നമ്മൾ വാഴ്ത്തുക. അതാണ് ആദ്യം പറയുന്ന ഉപദേശം. രണ്ടാമത് പറയുന്നത് എന്താണ്? അവിടുന്ന് നമ്മെ ജനനം മുതൽ ഉയർത്തുകയും കാരുണ്യപൂർവ്വം നമ്മോട് വർത്തിക്കുകയും ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ വാഴ്ത്തണ്ടേ? അതിനുള്ള ഉത്തരമാണ്. അവിടുന്ന് നമ്മെ ജനനം മുതൽ ഉയർത്തുകയും വീണു പോകാതെ കാത്തു സൂക്ഷിക്കുകയും ഒപ്പം കാരുണ്യപൂർവ്വം നമ്മോട് വർത്തിക്കുകയും ചെയ്യുന്നു, നമ്മോട് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഓരോ ഘട്ടത്തിലും വളരെ കാരുണ്യപൂർവ്വമാണ് ദൈവം നമ്മോട് പ്രവർത്തിക്കുന്നത്. അതിനൊക്കെ നന്ദിയായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? സകലത്തിൻ്റെയും ദൈവത്തെ വാഴ്ത്തുക. അതാണ് പ്രഭാഷകൻ നൽകുന്ന ആദ്യത്തെ ഉപദേശം. 23, 24 വാക്യങ്ങൾ ഒന്നിച്ച് വേണം പഠിക്കാനായിട്ട്. അതിൽ പ്രഭാഷകൻ ആശംസിക്കുകയാണ്, ദൈവം നിങ്ങൾക്ക് ഇന്നത് നൽകട്ടെ, നിങ്ങൾക്കിത് ചെയ്യട്ടെ എന്ന് ആശംസിക്കുകയാണ്. 23 പറയുന്നത്, അവിടുന്ന് നമുക്ക് ഹൃദയ ആഹ്ലാദം നൽകുകയും, എന്താ പറയുന്നത്? അവിടുന്ന് നമുക്ക് ആഹ്ലാദം, ഹൃദയ ആഹ്ലാദം, ഹാപ്പിനെസ്, ജോയ് നൽകുകയും പൂർവ്വകാലങ്ങളിലേതുപോലെ ഇസ്രായേലിലെ നമ്മുടെ ദിനങ്ങൾ സമാധാനപൂർണ്ണമാക്കുകയും ചെയ്യട്ടെ. അപ്പം പണ്ട് കാലത്ത് ഇസ്രായേൽ നല്ല രീതിയിൽ ജീവിച്ച സമയത്ത് നമ്മൾക്ക് സമാധാനം നൽകിയതുപോലെ പണ്ടത്തെ പോലെ തന്നെ ഇപ്പോഴും നമുക്ക് സമാധാനം നൽകട്ടെ എന്ന് പ്രഭാഷകൻ ആശംസിക്കുകയാണ് നമ്മളോട്. 24ാമത്തെ വാക്യത്തിൽ എന്താ പറയുന്നത്? അവിടുന്ന് നമ്മുടെ മേൽ കാരുണ്യം വർഷിക്കുകയും, എന്ത് വേണം? അവിടുന്ന് നമ്മുടെ മേൽ കാരുണ്യം വർഷിക്കുകയും ഈ നാളുകളിൽ നമ്മളെ രക്ഷിക്കുകയും ചെയ്യട്ടെ. വീണ്ടും നമ്മൾ പാപത്തിലേക്ക് പോവുകയാണെങ്കിൽ അവിടുന്ന് കാരുണ്യം കാണിച്ച് നമ്മളെ രക്ഷിക്കുകയും ചെയ്യട്ടെ. ഈ കാര്യങ്ങളാണ് പ്രഭാഷകൻ 23, 24 വാക്യങ്ങളിൽ ആശംസിക്കുന്നത്. ഇങ്ങനെ ഓർഡർ ഓർത്തു വെച്ചാൽ മതി. ആദ്യം പറയുന്നത് എന്താണ്? ജോയ്, ഹൃദയാഹ്ലാദം. രണ്ടാമത് പറയുന്നത് എന്താണ്? പീസ്. മൂന്നാമത് പറയുന്നത് മേഴ്സി, കാരുണ്യം വർഷിക്കണം. അതാണ് മേഴ്സി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവസാനം പറയുന്നത് ഈ നാളുകളിൽ നമ്മെ രക്ഷിക്കുകയും ചെയ്യട്ടെ, വീണ്ടും നമ്മളെ റെസ്ക്യൂ ചെയ്യട്ടെ, രക്ഷിക്കട്ടെ. വീണ്ടും രക്ഷിക്കുകയാണ്. പാപത്തിലേക്ക് പോയാലും വീണ്ടും നമ്മളെ രക്ഷിച്ച് കാരുണ്യം കാണിക്കട്ടെ. ജോയ്, പീസ്, മേഴ്സി, റെസ്ക്യൂ. ഓക്കെ, ഈ കാര്യങ്ങൾ ഓർഡറിൽ ഓർത്തു വെക്കുക. ഹൃദയാഹ്ലാദം നൽകട്ടെ, സമാധാനം, പണ്ടത്തേതുപോലെ ഇസ്രായേലിൽ നമുക്ക് സമാധാനം നൽകട്ടെ, കാരുണ്യത്തോടു കൂടി നമ്മോട് കാരുണ്യം വർഷിക്കട്ടെ, അതോടൊപ്പം തന്നെ ഈ നാളുകളിൽ നമ്മെ രക്ഷിക്കുകയും ചെയ്യട്ടെ. ഇതാണ് 23, 24 വാക്യങ്ങൾ പറയുന്നത്. 22ാമത്തെ വാക്യം എന്താണ് പറഞ്ഞിരുന്നത്? ആദ്യത്തെ വാക്യം ഉപദേശങ്ങളിലെ ദൈവത്തെ നമ്മൾ എന്ത് ചെയ്യണം? വാഴ്ത്തണം. അതിനുള്ള റീസൺ എന്താണ്? ജനനം മുതൽ നമ്മൾ ഉയർത്തുകയും കാരുണ്യപൂർവ്വം നമ്മളോട് വർത്തിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടിട്ട് 23ഉം 24ലും നമുക്ക് ആശംസിക്കുകയാണ് പ്രഭാഷകൻ. 23-ൽ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് ഹൃദയാഹ്ലാദവും സമാധാനവും. 24-ൽ പറയുന്നത് കാരുണ്യവും, രണ്ടാമത്തത് രക്ഷയും, വീണ്ടും നമ്മളെ രക്ഷിക്കട്ടെ എന്നാണ് പറയുന്നത്. ഇനി 25ഉം 26ഉം ഒന്നിച്ചു പഠിക്കണം. 25-ൽ പ്രഭാഷകൻ പറയാണ്, 2 ജനതകൾ നിമിത്തം ഞാൻ ക്ലേശിക്കുന്നു, മൂന്നാമത്തേത് ജനതയേ അല്ല. അപ്പോൾ ടോട്ടൽ 3 ആൾക്കാരെക്കുറിച്ച് വിഷമമുണ്ട് പ്രഭാഷകന്. അതിൽ 2 ജനതകളെന്നാണ് പറയുന്നത്. 2 ആൾക്കാർ അതിൽ ജനതകളാണ്. മൂന്നാമത്തേത് ഒരു ജനത, ഒരു നേഷൻ എന്ന് പറയാനായിട്ടുള്ള ജനമില്ല, ഒരു ചെറിയൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അത്രേ ഉള്ളൂ. അതാണ് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തേത് ജനതയേ അല്ല, ഒരു നേഷൻ അല്ല, മറിച്ച് അതൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ്. ഒരു സിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ ചെറിയൊരു ഏരിയ ആയിരിക്കാം. ആ 3 ആൾക്കാരെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ആദ്യത്തെ ആൾ സെയിർ മലയിൽ വസിക്കുന്നവർ. സെയിർ എന്ന് പറയുന്നത് ഏദോമിനകത്തുള്ളൊരു സ്ഥലമാണ്. സെയിർ മലയിൽ വസിക്കുന്നവർ, അതാണ് ഒന്നാമത്തെ ജനത. രണ്ടാമത്തെ ജനത എന്ന് പറയുന്നത് ഫിലിസ്തീയരാണ്. എവിടെയാണ്? ഫിലിസ്തീയരാണ്. ഈ മൂന്നാമത്തതാണ് ഒരു ജനതയേ അല്ല എന്ന് പറയുന്നത്, ഷെക്കേമിലെ മൂഢ ജനത, വിഡ്ഢികളായിട്ടുള്ള ജനത.
ഓക്കെ, അവരെയാണ് ഉദ്ദേശിക്കുന്നത്. ഒരു സ്മോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ്, ഒരു ചെറിയൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ്. അതിനൊരു ജനതാന്ന് വിശേഷണം കൊടുക്കാൻ മാത്രം വലിപ്പമുള്ളതല്ല. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഷെക്കേമിലെ മൂഢ ജനത. ഈ 3 പേരെക്കുറിച്ചും എനിക്കെന്താണ്, വിഷമമാണ്. ഞാൻ ഇവരെ 3 പേരെക്കുറിച്ചും ഇപ്പോഴും ക്ലേശിക്കുന്നു എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. അടുത്തത് 27-ാമത്തെ വാക്യം നോക്കാം. 27-ാമത്തെ വാക്യം നോക്കാം. നമ്മുടെ ഈ പ്രഭാഷകൻ തൻ്റെ ഐഡൻറ്റിറ്റി വ്യക്തമാക്കുന്ന സ്ഥലമാണ് 27-ാമത്തെ വാക്യം എന്ന് പറയുന്നത്. വിജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ഉപദേശങ്ങൾ ഈ ഗ്രന്ഥത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. എന്താ പറയുന്നത്? ഈ പ്രഭാഷകൻ എന്ന് പറയുന്ന ആ ഒരു കംപ്ലീറ്റ് ബുക്സ്, സിറാക്ക് എന്ന് പറയുന്ന ആ ബുക്കിൽ വിജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ഉപദേശങ്ങൾ എന്താ എഴുതിയിരിക്കുന്നത്? ഉപദേശങ്ങൾ ഈ ഗ്രന്ഥത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ജെറുസലേമിലെ എലയാസറിൻ്റെ മകൻ സിറാക്കിൻ്റെ പുത്രൻ യേശുവായ ഞാൻ. അപ്പോൾ എന്താണ് ഐഡൻറ്റിറ്റി പറയുന്നത്? ജെറൂസലേമിൽ എലയാസറിൻ്റെ പുത്രനായിട്ടുള്ള സിറാക്കിൻ്റെ മകനായിട്ടുള്ള യേശു എന്നാണ് പ്രഭാഷകൻ്റെ പേര്. പ്രഭാഷകൻ എഴുതിയിരിക്കുന്ന ആളാരാണ്? യേശുവിൻ്റെ അപ്പൻ ആരാണ്? സിറാക്കിൻ്റെ അപ്പൻ ആരാണ്? എലയാസർ. ഏത് നാട്ടുകാരനാണ്? ജെറൂസലേം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ജെറൂസലേമിലെ എലയാസറിൻ്റെ മകൻ സിറാക്കിൻ്റെ പുത്രൻ യേശുവായ ഞാൻ ഹൃദയാഘാതത്തിൽ നിന്ന് പുറപ്പെടുവിച്ച ജ്ഞാനമാണിത്. ഞാൻ ഇതിൽ എഴുതിയിരിക്കുന്ന, ഈ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന വിജ്ഞാനത്തിൻ്റെ ഉപദേശങ്ങളും വിവേകത്തിൻ്റെ ഉപദേശങ്ങളും എൻ്റെ ഹൃദയാഘാതത്തിൽ, എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ എഴുതിയിരിക്കുന്ന ജ്ഞാനമാണ്. എനിക്ക് ദൈവം നൽകിയ ജ്ഞാനത്തിൽ നിന്ന് ഞാൻ എഴുതിയിരിക്കുന്ന ഉപദേശങ്ങളാണത് എന്ന് വെച്ച് പ്രഭാഷകൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഞാനായിട്ട് എഴുതിയതല്ല, മറിച്ച് ദൈവം എന്നാൽ പ്രേരിപ്പിച്ചുകൊണ്ട് എഴുതിയതാണ്. ദൈവത്തിൻ്റെ പ്രേരണയാൽ ഞാൻ എഴുതിയതാണ് എന്നാണ് പ്രഭാഷകൻ ഇവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. 28-ാമത്തെ വാക്യം നോക്കാം. ഇത് വായിക്കുകയും ഒപ്പം ഇതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവർക്ക് എന്ത് പ്രതിഫലം ലഭിക്കും? അല്ലെങ്കിൽ ഇത് വായിക്കുകയും ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും ഇതനുസരിച്ച് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നവർക്കും എന്താണ് ലഭിക്കുന്നത് എന്നാണ് പ്രഭാഷകൻ 2 വാക്യങ്ങളിൽ 28-ലും 29-ലും പറയാൻ ശ്രമിക്കുന്നത്. 28-ൽ പറയാണ്, ഈ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുന്നവൻ അനുഗ്രഹീതൻ. എന്താ പറയുന്നത്? ഞാൻ ഇവയിൽ എഴുതി വെച്ചിരിക്കുന്ന വിജ്ഞാനത്തിൻ്റെ ഉപദേശങ്ങളും വിവേകത്തിൻ്റെ ഉപദേശങ്ങളെയും പറ്റി ചിന്തിക്കുന്നവൻ, വായിക്കുന്നവൻ എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ചിന്തിക്കുന്നവൻ അനുഗ്രഹീതനാണ്. അവയെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നവൻ ജ്ഞാനിയാകും. അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നവൻ അനുഗ്രഹീതനാണ്. ഓക്കെ, പക്ഷെ അത് ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നവൻ അവൻ ആരാകും? ഹൃദയത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പും ആ ഒരു കാര്യം ആലോചിക്കുന്നവനാണ് അവൻ. ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ത്രൂ ഔട്ട് അവൻ്റെ ലൈഫിൽ അവനത് ഉപയോഗിക്കും, അല്ലേ? ആ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നവൻ എന്താകും? ജ്ഞാനിയാകും. തീർന്നില്ല, അവ അനുവർത്തിക്കുന്നവൻ, തൻ്റെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുന്നവൻ എല്ലാറ്റിനും കഴിവുള്ളവനാകും. ഭൂമിയിലെ എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാകും. കർത്താവിൻ്റെ പ്രകാശമാണ് അവനെ നയിക്കുന്നത്. എന്ത് ചെയ്യുന്നവനെ നയിക്കുന്നത്? അത് അനുവർത്തിക്കുന്നവനെ നയിക്കുന്നത്, അത് പ്രവർത്തിക്കുന്നവനെ നയിക്കുന്നത്. അപ്പം 3 കാറ്റഗറി ഓഫ് ആളുകളെക്കുറിച്ച് പ്രഭാഷകൻ പറയാണ്. ഞാൻ ഈ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന വിജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ഉപദേശങ്ങളെ പറ്റി ചിന്തിക്കുന്നവൻ അനുഗ്രഹീതനാണ്. അതാണ് 1-ാമത്തെ കാര്യം. ചിന്തിക്കുന്നവൻ അനുഗ്രഹീതനാണ്. 2-ാമത്തെ കാര്യം എന്താണ്? അത് ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നവൻ ജ്ഞാനിയായി മാറും. ഭാവിയിൽ അവൻ എന്താകും? ജ്ഞാനിയാകും. 3-ാമത്തതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവൻ അഥവാ അനുവർത്തിക്കുന്നവൻ എന്താകും? എല്ലാറ്റിനും കഴിവുള്ളവനാകും. കാരണം അവൻ്റെ പ്രത്യേകത എന്താണ്? കർത്താവിൻ്റെ പ്രകാശമാണ് അവനെ നയിക്കുന്നത്. അവൻ്റെ ജീവിതത്തിൽ അവനിത് ചെയ്യാൻ സാധിക്കുന്നത് കർത്താവിൻ്റെ പ്രകാശം അവനെ നയിക്കുന്നത് കൊണ്ടിട്ടാണ്. അപ്പോൾ വലിയൊരു വാഗ്ദാനം കൂടി നൽകിക്കൊണ്ടാണ് പ്രഭാഷകൻ തൻ്റെ 50-ാമത്തെ അധ്യായം പൂർത്തിയാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം വീഡിയോസ് ലൈക്കും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ സജഷൻസ് കോമൻസ് ആയിട്ട് അറിയിക്കുകയും വേണം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.